ഹായ് ഗൈസ്. സോ ഞാനിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് GS1 ഒരു ആൻസർ ഷീറ്റാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ് യൂഷ്വലി ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഏൻഷ്യൻ്റ് ഇന്ത്യ അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യ, പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോളിഡേഷൻ. അങ്ങനെയാണ് GS1 ചോദ്യങ്ങളുടെ ഒരു രീതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഏൻഷ്യൻ്റ് ആർക്കിടെക്ചർ. അപ്പോൾ ചോള ഏൻഷ്യൻ്റ് അല്ലെങ്കിൽ മെഡീവൽ ആർക്കിടെക്ചർ എന്നും ചോദ്യം വരാം. സോ ദിസ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ചോളയുടെ ബ്രോൺസ് സ്കൾപ്ചേഴ്സിനെ പറ്റിയാണ്. സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ചോള ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ആർ കൺസിഡേർഡ് ദി സെനിത്ത് ഓഫ് മെറ്റൽ കാസ്റ്റിംഗ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ. ഓക്കെ, അത് ഫസ്റ്റ് പാർട്ടിൽ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നൗ അതിനുശേഷം അവർ പറയുകയാണ് വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് എന്നുള്ള വാക്കാണ് ഇവിടെ ഡയറക്റ്റീവായിട്ട് വരുന്നത്. ഡയറക്റ്റീവ് എന്താണ്? ഡയറക്റ്റീവ് ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഡയറക്റ്റീവ്. വാട്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവാണ്. സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവാണ്. എലൂസിഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവാണ്. എക്സ്പ്ലെയിൻ എന്ന് പറയത്തില്ല, എക്സ്പ്ലെയിൻ ദി കോസ് എന്ന് പറയില്ലേ, അതിൽ എക്സ്പ്ലെയിൻ ഒരു ഡയറക്റ്റീവാണ്. അതുപോലെ ഇവിടെയുള്ള ഡയറക്റ്റീവ് എന്താ? സബ്സ്റ്റാൻഷിയേറ്റ്. സോ വി ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ് by highlighting their unique aesthetic features. അതാണ് ഫസ്റ്റ് പാർട്ട്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഇസ് ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി. സോ നമുക്കറിയാം ചോളയുടെ ബ്രോൺസ് സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ചോള എന്ന് പറയുന്നത് ബ്രോൺസ് സ്കൾപ്ചേഴ്സിൻ്റെ ഒരു മഹാകാലമാണ്. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ടൈംസിൽ ഏറ്റവും നന്നായിട്ട് ബ്രോൺസ് വർക്ക് ചെയ്യുകയും ആർട്ടിൽ തന്നെ ഒരു വലിയ ഷിഫ്റ്റ് കൊണ്ടുവരികയും ചെയ്ത ഒരു സാമ്രാജ്യമാണ് ചോള എംപയർ. ഓക്കെ, സോ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി കാണും നിങ്ങൾ. ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ഇവാലുവേറ്റർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ദി ഇവാലുവേറ്റർ എക്സ്പെക്ട്സ് യു ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി ഫസ്റ്റ് പാർട്ട്, അല്ലേ? അത് വളരെ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് ആണ്. സോ ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻട്രൊഡക്ഷനിൽ വന്നിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനിൽ 2 സബ് ഹെഡിങ്സ് വരും. ഒന്ന് സ്പെസിഫിക്കലി സ്പീക്കിംഗ് അബൌട്ട് ദി എസ്തെറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചോള എംപയർ ആർട്ട്, ആൻഡ് ദി സെക്കൻഡ് പാർട്ട് totally belonging to the technological superiority which the Chola Empire demonstrated. സോ ഈ 2 സാധനങ്ങൾ നമ്മൾ 2 സബ് ഹെഡിങ്ങിലായിട്ട് കൊടുക്കണം. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൂടാതെ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫാക്ട്സ് എന്തുമാത്രം കാൻഡിഡേറ്റ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം കണ്ടൻറ്റും എക്സാമ്പിൾസും വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വാല്യൂറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ദി റിയൽ ഡിമാൻഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിമാൻഡ് ഉണ്ടാകും, ആൻഡ് ദെൻ സെക്കൻഡ് പാർട്ട് വി സീ വെദർ ഹൗ ഡീപ്പ് ദി ആൻസർ ഹാസ് ഗോൺ, ഹൗ മച്ച് അനലിറ്റിക്കൽ കപ്പാസിറ്റി ആസ്പിറൻറ്റ് ഹാസ്. ഈ വക കാര്യങ്ങളാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഇൻട്രൊഡക്ഷൻ്റെ സൈസ് ഓക്കെയാണ്. സൈസ് വൈസ് ദിസ് ഇസ് ഓക്കെ. ചോള കിങ്ഡം thrived in the peninsular India about 10th century AD. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ഫാക്റ്റ് ഇല്ലേ, 10th century AD 9th century AD എന്നൊക്കെ പറയുന്നത് ശരിയായി തന്നെ എഴുതണം. നമ്മളിത് ചുമ്മാ ഒരു ഫിഗർ എഴുതി വെക്കരുത്. എസ്പെഷ്യലി ഇതുപോലുള്ള വളരെ ഹോട്ട് ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ദിസ് തിങ് ഷുഡ് ബി വെരി സ്പെസിഫിക്. ദേ പ്രൊവൈഡഡ് patronage ടു ആർട്സ് ലൈക്ക് സ്കൾപ്ചർ, ടെമ്പിൾ ആർക്കിടെക്ചർ. ഇതൊരു വളരെ റുഡിമെൻ്ററി ആയിട്ടൊരു ഇൻട്രൊഡക്ഷനാണ്. നീഡ്സ് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നെസസറി ഇവിടെ. അപ്പോൾ ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും കൂടി ഞാൻ പറയാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹിസ്റ്ററിയിൽ ടൈം ലൈൻ ടെക്നിക്ക്. എന്താണ് ഈ ടൈം ലൈൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നാണല്ലോ ഈ ഒരു എംപയർ ഉണ്ടാവുന്നത് തന്നെ. സോ ആ ഏർലി കാലഘട്ടത്തിൽ നിന്ന് എന്തുമാത്രം മാറ്റമാണ് ചോഴ സാമ്രാജ്യം കൊണ്ടുവന്നതെന്ന് പറയുന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് ഏർലി ഇൻഫാക്റ്റ് നമുക്ക് ബ്രോൺസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബ്രോൺസ് സ്കൾപ്ചേഴ്സ് മുന്നേയുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ അടക്കം ചെയ്തിരുന്നു. സോ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ബ്രോൺസ് സ്കൾപ്ചറും മറ്റു കാര്യങ്ങളും അതിൻ്റെ ജെനിത്തിലേക്ക് എത്തിയത് നമ്മുടെ ചോഴന്മാരുടെ സമയത്താണ് എന്ന് പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ അതിലൊരു എക്സാമ്പിൾ കൊടുത്തുകൊണ്ടും പറയാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇൻഡസ് വാലിയുടെ സമയത്തുണ്ടായിരുന്നുള്ള ഒരു സ്കൾപ്ചറാണ്. സോ ഡാൻസിങ് ഗേളിൻ്റെ സ്കൾപ്ചറിൽ നിന്ന്, ഡാൻസിങ് ഗേൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്കൾപ്ചറാണ്. ഡാൻസിങ് ഗേളിൻ്റെ ബ്രോൺസ് സ്കൾപ്ചറിൽ നിന്ന് ട്രാൻസിഷനിങ് ടുവേർഡ്സ് നമ്മുടെ നടരാജ വിഗ്രഹം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും നടരാജ വിഗ്രഹം, ശിവൻ ഡാൻസ് ചെയ്യുന്ന ഒരു വിഗ്രഹം ഉണ്ടല്ലോ. സോ ആ വിഗ്രഹത്തിലേക്കൊരു ട്രാൻസിഷനാണ് നമ്മൾ കാണുന്നത്. ബേസിക്കലി ദിസ് കെയിം അപ്പ് ഇൻ ദി സെനിത്ത് ഓഫ് ചോഴ എംപയറിൻ്റെ ഒരു ബ്രോൺസ് ആർക്കിടെക്ചറിൻ്റെ സെനിത്തിലാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. സോ അത് സൈറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും, കുറച്ചും കൂടി കണ്ടൻറ്റ് റിച്ച് ആയിരിക്കും, ഇതുപോലെ പ്ലെയിൻ ആകത്തില്ല. അപ്പോൾ നമ്മൾ അതൊരു ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ടൈം ലൈൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ചെയ്യാം വേണമെങ്കിൽ. അതിനുശേഷം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് മെറ്റൽ കാസ്റ്റിംഗ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ, ലോസ്റ്റ് വാക്ക് ടെക്നിക്ക്, ഹാമർ മോഡലിംഗ് ഓഫ് അയൺ, പഞ്ച് മാർക്കിംഗ് ഓഫ് കോയിൻസ്, ഹീറ്റ് മോൾഡിംഗ് ഓഫ് മെറ്റൽസ്. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ
ഇവിടെ നമുക്ക് ആഡ് ഓൺ എന്ത് ചെയ്യാമായിരുന്നു ഞാൻ പറയാം. ലോസ്റ്റ് വാക്സ് ടെക്നിക്കിന് NCERT പറയുന്ന ഒരു ടെക്നിക്കൽ നെയിമുണ്ട്, എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും, സർ പെർഡ്യൂ ടെക്നിക്. അറിയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനൊരു ടെക്നിക്കൽ നെയിം ഇതിന് NCERT കോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനൊരു ടെക്നിക്കൽ നെയിംസ് കൊണ്ടുവരുന്നത് കുറച്ചും കൂടി ബെറ്ററാണ്. ഹാമർ മോഡലിംഗ് ഓഫ് അയൺ, ദാറ്റ് ഇസ് ഓക്കെ, ദീസ് ആർ ദെയർ. പക്ഷേ ഇത് കുറച്ചും കൂടി സൈറ്റ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു കണ്ടൻറ്റ് എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു പ്രൊവൈഡ് എക്സാമ്പിൾസ്. നമ്മൾ ഇങ്ങനൊരു നെറ്റ്വർക്ക്, അതായത് ഇവിടെ എന്താ ശരിക്കും പുള്ളി ഉദ്ദേശം എന്നറിയാമോ? ഇൻട്രൊഡക്ഷന് ശേഷം ബോഡിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഈ ഒരു പടം അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് സംതിങ് വാല്യൂ വേണം. അപ്പോൾ ആ വാല്യൂ അഡീഷനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനൊരു സാധനം കൂടി നമുക്കിവിടെ ചെയ്താൽ നല്ലതായിരുന്നു. അതിനുശേഷം പിന്നെ പുള്ളി പോയിരിക്കുന്നത് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ഓഫ് ചോള പീരീഡ് എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ്ങിലേക്ക് പോയിട്ടുണ്ട്. സോ ഇവിടെ അതിനുശേഷം നമുക്ക് നോക്കാം, പുള്ളി ഹാലോയെ പറ്റിയും ബോഡി വേവിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് സൈസ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്, അഡാപ്റ്റേഷൻ ടു മിനി സൈസ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് എസ്തെറ്റിക് ഫീച്ചേഴ്സും ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയും, ഇത് പ്രോപ്പർ 2 സബ് ഹെഡിങ്ങിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞല്ലോ, അത് ഫുൾഫിൽ ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. സോ അപ്പോൾ തന്നെ അവിടെ മാർക്ക് അതിനുള്ളത് കുറയ്ക്കാം. കാരണം എസ്തെറ്റിക് ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയും സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇനി അടുത്ത് ഇവാലുവേറ്റർ നോക്കുന്നത് എന്തായാലും ഇത് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് സബ് ഹെഡിങ്ങിൽ എന്താണ് എഴുതിയിരിക്കുന്നതാണ് ഇനി അടുത്ത് ഇവാലുവേറ്റർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എന്തായാലും ഇതിനുള്ള മാർക്ക് കുറയും. ബ്രോൺസ് സ്കൾപ്ചർ ഷോയിങ് ഹാലോ അറൗണ്ട് ഡിവൈൻ സ്കൾപ്ചേഴ്സ്, നടരാജ സ്കൾപ്ചർ എന്ന് പറയുന്നത് ഹാലോ ഉണ്ടെന്നുള്ളത് പറയുന്നത് ശരിയാണ്, ഫാക്ച്വലി കറക്റ്റാണ്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവൽ ആൻസർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? നമുക്ക് പറയാമായിരുന്നു, അതുവരെ ഉണ്ടായിരുന്നത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജറിയാണ്. അതായത് സ്റ്റാറ്റിക് ഇമേജറി എന്ന് പറയുന്നത് വളരെ കല്ലുകളിൽ കൊത്തിയെടുക്കുന്ന വലിയ സ്തൂപങ്ങളും അതുപോലുള്ള കല്ലിൽ കൊത്തിയ ശിലാശില്പങ്ങളും ഒക്കെയാണ് അന്നും ഉണ്ടായിരുന്നത്. അതിനെ വളരെ ഹാൻഡി ആയിട്ട് ഡൈനാമിക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഈ ബ്രോൺസ് സ്കൾപ്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ അത് നമുക്ക് പറയാമായിരുന്നു. ഹാലോയ്ക്കൊപ്പം അല്ല, നടരാജ സ്കൾപ്ചറിനെ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരു പോയിൻ്റ് ഇതാണ്. ഇനി മറ്റൊരു സാധനമുണ്ട്, സ്റ്റാറ്റിക്കിൽ നിന്ന് ഡൈനാമിക്കിലേക്ക്. ഞാൻ ഈ പറഞ്ഞ ആസ്പെക്റ്റ് അല്ലാതെ തന്നെ മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഇമേജസ് ആണല്ലോ ശിവൻ്റെ നടരാജ വിഗ്രഹം, ഡാൻസ് ആണല്ലോ കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു നടരാജ വിഗ്രഹത്തിനെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക് ഫോമിൽ കാണിക്കുമ്പോഴും സ്റ്റിൽ ആ ഡൈനാമിസം എക്സ്പ്രഷനിൽ, ആ ശിവൻ്റെ മുഖത്തെ എക്സ്പ്രഷനിലും കാലിൻ്റെയും കയ്യിൻ്റെയും പേശികളെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ ആ ഡൈനാമിസം കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതും ഇവരുടെ സ്കൾപ്ചറൽ ആസ്പെക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്തെറ്റിക് സൈഡിൻ്റെ ഒരു ഉന്നതിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ശരിക്കും ഇവിടെ എക്സ്പെക്റ്റഡ് ഹെഡിങ് എന്താണ്? എസ്തെറ്റിക്സിനെ പറ്റിയുള്ളൊരു ഹെഡിങ് ആയിരുന്നു അവിടെ വേണ്ടത്. അതായത് യുണീക്ക് എസ്തെറ്റിക് ഫീച്ചേഴ്സ് എന്നോ ഫാക്റ്റുകളെന്നോ ഉള്ള രീതിയിൽ വേണമായിരുന്നു സബ് ഹെഡിങ് കൊടുക്കാൻ, പിന്നെ ബാക്കി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ. ബോഡി വേവ് ഷോയിങ് ഫ്ലോ ആൻഡ് നാച്ചുറാലിറ്റി, ഇതെല്ലാം പോയിൻറ്റ്സ് ഓക്കെയാണ്. സ്കൾപ്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പോസസ്, ഇതൊരു വേഗ് പോയിൻ്റാണ്. സോ അത് കുറച്ചും കൂടി പുള്ളി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഡിഫറെൻറ്റ് പോസസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ല, അത് കുറച്ചും കൂടി ക്ലാരിറ്റി വേണ്ടതാണ്. പിന്നെ ലൈഫ് സൈസ് യക്ഷണി ഫിഗേഴ്സ് അവർ ചെയ്തിരുന്നു. അഡാപ്റ്റേഷൻ ടു മിനി സൈസ് ആൻഡ് മെഗാ സൈസസ്, ദിസ് അഗെയിൻ എ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് 1 പോയിൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടൊരു പോയിൻറ്റിൻ്റെ ഡ്യൂപ്ലിക്കേഷനാണ്. സോ ബേസിക്കലി സ്പേസ് ഇസ് എ റിസോഴ്സ്, ഡോണ്ട് വേസ്റ്റ് യുവർ റിസോഴ്സ്. ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മാർക്ക് എക്സ്ട്രാ കിട്ടില്ല. അപ്പോൾ ഈ എക്സാമ്പിൾ പക്ഷേ ഓക്കെ, ചെറിയൊരു വാല്യൂ ഉണ്ട് അതിന്. ഡീറ്റെയിലിംഗ് ഇൻ സ്കൾപ്ചേഴ്സ്, ടെമ്പിൾ കാർവിങ്സ്, സ്കൾപ്ചേഴ്സ് ഓൺ പില്ലേഴ്സ്, ഡിവൈൻ ഷേപ്സ് ആർ ക്രിയേറ്റഡ്, ഡീറ്റീസ് ഇൻ ടെമ്പിൾസ്, വെറൈറ്റീസ് ഓഫ് ലക്ഷറി ഐറ്റംസ് ആസ് വെൽ, ബ്രോൺസ് ചെയർ ഓഫ് കിങ്, ഇതെല്ലാം ഓക്കേഷ് ആണെന്നേ ഉള്ളൂ. സോ ബേസിക്കലി ഈ കാൻഡിഡേറ്റിനെ പറ്റി നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താ റിയലി നമ്മൾ ചെയ്യേണ്ടത്? കണ്ടൻറ് ഗ്യാപ്പ് ഇസ് എവിഡൻറ്റ്. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലായി? കാരണം സബ് ഹെഡിങ്സ് തിരിച്ച് എഴുതാനുള്ള കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ഇങ്ങനെയൊരു റൈറ്റിങ്ങിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെ കണ്ടൻറ് ഇതിൽ വരാമായിരുന്നു എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം, നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞ പോലെ ദർ ഇസ് ആക്ച്വലി ഈ ടെക്നിക്ക്, ഈ ഒരു എസ്തെറ്റിക് സെറ്റപ്പിനുള്ള മാറ്റം എന്തായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ചോഴന്മാർ വന്നപ്പോൾ എന്താ മാറിയത്? ബേസിക്കലി ഫിലോസഫിക്കൽ ഇമേജിസം എന്താണത്? അതായത് അതുവരെ എക്സിസ്റ്റ് ചെയ്തില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതുവരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിലോസഫിയൊക്കെ ഇമേജസിലേക്ക് മാറ്റാനും ഒക്കെയുള്ളൊരു ശ്രമം വരെ നടത്തി. അതിനുത്തമ ഉദാഹരണം നടരാജ വിഗ്രഹം ആ റിങ് ഓഫ് ഫയറിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ, ആ പോസ്റ്ററും എല്ലാം ഒരു ഫിലോസഫി, അന്നുള്ള ഒരു ഫിലോസഫിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നടരാജ വിഗ്രഹം കൊണ്ടുവന്നത്. സോ ദാറ്റ് ഈസ് ദെയർ. ഒന്ന്. പിന്നെ മറ്റ് 2-3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതുമായ കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയാം. അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈൽ ആൻഡ് കൾച്ചർ ഓഫ് ആർട്ടിൽ നിന്ന് വ്യത്യസ്തമായി
ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ആരാണ് ആ ഷിഫ്റ്റ് കൊണ്ടുവന്നത്? ക്വീൻ സെമ്പിയാൻ ദേവി, ഒരു ക്വീനാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ആ ഒരു എയ്സ്തെറ്റിക്സിലൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നത്. ഇന്ത്യൻ മഹാദേവി, മഹാദേവി എന്നാണ്, സെമ്പിയൻ മഹാദേവി. ഷീ ഇസ് എ വെരി പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ചോള എംപയർ. സോ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്, ആ ഒരു ട്രാൻസിഷൻ, നമ്മൾ ഇന്ന് കാണുന്ന ചോള എംപയറിൽ കാണുന്ന ബ്രോൺസ് സ്റ്റാച്യൂസിലും സ്കൾപ്ചേഴ്സിലുള്ളൊരു ട്രാൻസിഷൻ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. സോ ഇദ്ദേഹം കൊണ്ടുവന്ന ഐഡിയാസാണ് പിൽക്കാലത്ത് അവർ പയനിയർ ചെയ്ത് എടുത്തത്. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്ത കുറച്ച് ഗുണങ്ങളുണ്ട്. ഈ ഹൈലൈറ്റ്സ് ഒക്കെ വളരെ നല്ലതായിട്ടുണ്ട്. ഹൈലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യണം, അണ്ടർലൈൻ ചെയ്തിടണം. അതുപോലെ നമ്മുടെ ത്രിഭംഗ പോസിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യേണ്ടിയിരുന്നു. ത്രിഭംഗ പോസ്, ആ ഡാൻസിങ് ഗേളിനകത്തുള്ള ത്രിഭംഗ പോസ് അതൊക്കെ എസ്തെറ്റിക്സിനകത്ത് പറയേണ്ട പോയിന്റുകളാണ് ത്രിഭംഗ. ഇനി നമ്മൾ വേറെ കുറച്ച് കണ്ടൻറ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡൈനാമിക്കായിരുന്നു, സ്റ്റാറ്റിക്കിൽ നിന്ന് ഡൈനാമിക്കിലേക്കൊരു ട്രാൻസിഷൻ. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കോട്ട് ചെയ്യേണ്ടത് ഉത്സവമൂർത്തി. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയും ചോദ്യത്തിൽ പരാമർശിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് കാൻഡിഡേറ്റ് ഹാസൻറ്റ് റിട്ടൺ ദാറ്റ് ആസ്പെക്റ്റ്, കംപ്ലീറ്റ്ലി അത് വിട്ടുപോയിട്ടുണ്ട്. സോ അവിടെ നമുക്ക് എഴുതേണ്ടത് മെറ്റലർജിയുടെ ഒരു ഡോമിനൻസ് ആണ്. ചോള എംപയർ മെറ്റലർജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ, അത് ബേസിക്കലി ഇവിടെയായിരുന്നു ഹെഡിങ് വരേണ്ടത്. സംവെയർ ഹിയർ ആ ഒരു ഹെഡിങ് വരണമായിരുന്നു, ടെക്നോളജിക്കൽ ആസ്പെക്റ്റിൻ്റെ ഒരു ഹെഡിങ് വരണമായിരുന്നു. അതിനകത്ത് വരേണ്ടിരുന്ന കണ്ടൻറ്റ് ഒന്ന് മെറ്റലർജിക്കൽ സുപ്പീരിയോറിറ്റി. അതുപോലെ തന്നെ ഇവർ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, പഞ്ചലോഹ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന പോയിന്റുകളാണ്. നമുക്കത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ മിസ്സാക്കാതെ തന്നെ എഴുതണം. പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗോൾഡും സിൽവറും കോപ്പറും സിങ്കും ടിന്നും അടങ്ങുന്ന, അത് എഴുതാം. ഗോൾഡും കോപ്പറും സിങ്കും ടിന്നും സിൽവറും അടങ്ങുന്ന ഒരു കോമ്പിനേഷനാണ് പഞ്ചലോഹം എന്ന് പറയുന്നത്. സോ പഞ്ചലോഹ വിഗ്രഹങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ദേ ഹാഡ് എ സ്പെസിഫിക് ഐക്കണോമെട്രിക് സിസ്റ്റം. ആ സിസ്റ്റത്തിലാണ് അവർ ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. സോ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് അവർ പ്രൊപ്പോർഷൻസും ആ ബിംബങ്ങളുടെ കുത്തുപണി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബ്രോൺസ് സ്കൾപ്ചേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ, അതായത് ആ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ എത്ര മാത്രം മാറ്റിക്കണം, ഓരോ ഐക്കൺസിനെയും എന്തുമാത്രം പുരികങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര, മൂക്കിന് എന്തളവ് വരണം, മൂക്കിൽ നിന്ന് കണ്ണിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം ഡിസ്റ്റൻസാണ് വരേണ്ടത്, അങ്ങനെയുള്ള റേഷ്യോസ് ഉണ്ടല്ലോ. സോ അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ടായിരുന്നു. ദേ ഹാഡ് എ സ്പെസിഫിക് സിസ്റ്റം ഫോർ ദാറ്റ്. സോ ഐക്കണോമെട്രിക് താല, ഇതാണ് ആ സിസ്റ്റത്തിൻ്റെ പേര്. സോ ഇതൊക്കെ പോപ്പുലറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. സോ ദേ ഹാഡ് ദി സ്പെസിഫിക് സിസ്റ്റംസ്. ദീസ് ആർ ദി സ്പെസിഫിക് പോയിന്റ്സ് വിച്ച് വൺ ഷുഡ് മെൻഷൻ. ബേസിക്കലി അവരുടെ ടെക്നോളജി എന്ന് പറയുമ്പോഴേക്കും മെറ്റലർജി, ദി കൈൻഡ് ഓഫ് ടൂൾസ് ദേ യൂസ്ഡ്, ദി കൈൻഡ് ഓഫ് ടെക്നിക്സ് ലൈക്ക് ദി ഐക്കണോമെട്രിക് ടെക്നിക്സ് ദേ ഹാഡ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം കൊണ്ടുവന്നാലേ മാർക്ക് കിട്ടുന്നില്ല. ഒരു ടോപ്പർ ലെവൽ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതുന്നവർക്ക് സ്വാഭാവികമായും എന്ത് ചെയ്യും, കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എഴുതുമ്പോഴേക്കും കണ്ടൻറ് റിച്ച് ആയിട്ടും ഡിമാൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലും എഴുതണം. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡിമാൻഡ് കംപ്ലീറ്റ്ലി അഡ്രസ്ഡ് അല്ല, ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ടെക്നോളജിയുടെ ആസ്പെക്റ്റ് പലതും മിസ്സിംഗ് ആണ്. അതുപോലെ ഒരു പ്ലെയിൻ ഒരു ബിഗിനർ ലെവൽ എന്ന് പറയുന്നില്ല, ഒരു ആവറേജ് ലെവൽ റൈറ്റിങ്ങിലേക്കാണ് ഇത് പോകുന്നത്. സോ മാർക്കും സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത ആൾ ഇദ്ദേഹത്തിന് 1 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഈ 1 മാർക്കിനാണ് ലിഫ്റ്റ് ചെയ്ത് ഒരു 4ലേക്കോ അല്ലെങ്കിൽ മാക്സിമം 5 വരെ പോകാം. പക്ഷേ യു ക്യാൻ ആക്ച്വലി സ്കോർ അറൗണ്ട് 4.5 മാർക്സ് ഈസിലി. ഞാൻ ഈ പറഞ്ഞ പോലെ ആസ്പെക്റ്റുകൾ നോക്കുക, അതിൽ കൃത്യമായിട്ടുള്ള 2 സബ് ഹെഡിങ്സ് വേണം എന്നുള്ളത് മനസ്സിലാക്കുക. സബ് ഹെഡിങ്സിനകത്ത് സബ് പോയിൻറ്റ്സ് വേണം, എക്സാമ്പിൾസും വേണം. അപ്പോൾ ഇദ്ദേഹം എക്സാമ്പിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷേ സബ് ഹെഡിങ്സ് തിരിച്ച് പ്രോപ്പർ ഡിമാൻഡ് കംപ്ലീറ്റ്ലി അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. പിന്നെ നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരുമ്പോഴേക്കും ബ്രോൺസ് ചോള artisans tried varieties in bronze sculpturing in forms of size, utility, detailing, etc., making it the period of advanced metal casting. ഓക്കെ, ഇതൊരു ഓക്കേഷാണ്, ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സാധനം. ഇത് ജസ്റ്റ് ഓക്കേഷായിട്ട് സാധനമാണ്. സോ ബേസിക്കലി ഇവിടെയും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമാണ്. അതും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിൽക്കാലത്തെ ആൾക്കാർ ഉപജീവിച്ചെന്ന് വെച്ചാൽ ചോള എംപയറിലെ പല വർക്കുകളും കണ്ടിട്ടാണ് പിന്നെ വന്ന പല എംപയേഴ്സും അവരുടെ സ്റ്റാച്യൂസും അതുപോലെ അവരുടെ ബ്രോൺസ് ആർക്കിടെക്ചറൽ ആസ്പെക്റ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തത്. സോ അവർക്കൊരു പ്രചോദനമായി എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് കൺക്ലൂഡ് ചെയ്താലും എഗെയിൻ നല്ലതാണ്. സോ ദാറ്റ് ഈസ് ഹൗ ദി ഇവാലുവേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എൻഡ്സ്.
So you understood what it is. Thank you guys.